Hello human, it's me, Octopus. Welcome to my world. ഗോട്ടിൻ്റെ ട്രെയിലറിൻ്റെ റിയാക്ഷനാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. മറ്റുള്ളവർ പറയുമ്പോഴല്ല, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഇതിൽ വിജയുടെ കുട്ടിക്കാലം മകനാണ് അഭിനയിച്ചിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. ഇത് മറ്റേതൊരു പയ്യനെ വെച്ച് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ക്യാരക്ടർ മകനെ വെച്ചാണ് CG ചെയ്തിരുന്നെങ്കിൽ എത്തിക്കൂടെ ആപ്റ്റാകുമായിരുന്നു. നാളെ തീർപ്പിൽ വിജയ് പണ്ട് ചെയ്തിരുന്ന ക്യാരക്ടറാണ് ഇപ്പോൾ ഒന്നുകൂടെ CG ചെയ്തിരിക്കുന്നത്. അച്ഛനും മകനും എന്നുള്ള രീതിയിലാണ് ഈ വിജയുടെ രണ്ട് ക്യാരക്ടറിനെ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അച്ഛനും മകനുമല്ല എന്നുള്ള റിപ്പോർട്ടറാണ് പുറത്തു വരുന്നത്. കാരണം ഈ പാസ്റ്റുള്ള വിജയെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫ്യൂച്ചറിൽ നിന്ന് ഒരു വിജയ് വരുന്നു എന്നുള്ള രീതിയിലാണ് ടൈം ട്രാവലായിട്ടാണ് ഇത് കാണിച്ചത്. ലൂപ്പ് വഴി ഈ കുട്ടിക്കാലത്ത് കുഞ്ഞു വിജയ് കാണിച്ച അവനും കയറി വരുന്ന് രക്ഷിക്കും എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലൊരു വിജയ് നെഗറ്റീവാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അമൽ ഡേവിസിൻ്റെ CG വർക്കിനെക്കാട്ടി ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള CG വർക്കാണ് വരുന്നത്. ഇനി സിനിമ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നല്ല വർക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടുവച്ച ടൈറ്റിൽ എൻഡ് അല്ല പുറത്ത് ഹിന്ദിയിലും കന്നഡയിലും കാണിച്ചിരിക്കുന്ന ടൈറ്റിൽ എൻഡ്. നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ഗല്ലിയിലെ ഒരു ടൈറ്റിൽ എൻഡാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഹിന്ദിയിലും തെലുങ്കിലും വന്നിരിക്കുന്ന ടൈറ്റിൽ എൻഡ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കും. सिक्योरिटी गार्ड्स ने तुम्हें घेर लिया है. कोई प्लान बी नहीं, प्लान Z तक है हमारे पास. ആ ടൈറ്റിലിനെക്കാട്ടും ഈ ടൈറ്റിലെൻ്റാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. മിഷൻ ഇമ്പോസിബിളിൻ്റെ റെഫറൻസ് എന്തായാലും ഉള്ളതാണ്. പിന്നെ ഈ ടൈറ്റിൽ കാർഡ് നല്ലതാണ്. ഈ ടൈറ്റിൽ കാർഡ് തന്നെയായിരിക്കും സിനിമയിൽ വരാൻ പോകുന്നത്. 25 ക്യാരക്ടറുകളാണ് എല്ലാത്തിലും ഉള്ളത്. കൊള്ളാം.